വിശുദ്ധ കുർബാനയിൽ അപ്പവും വീനും കാസയിലും പീലാസയിലും വഹിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? ഈശോ ഒരു പെസഹ ആചരണ വേളയിൽ തൻ്റെ അന്ത്യ അത്താഴ സമയത്താണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. വിശുദ്ധ കുർബാന ഈശോയുടെ പെസഹ ആചരണവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ കാലഘട്ടത്തിലെ യഹൂദർ പെസഹ ആചരിക്കുമ്പോൾ അവരുടെ പെസഹ ആഘോഷത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു കാസയും കാസയിൽ നിറച്ച വീഞ്ഞും. ഈ ആചരണത്തിൽ നിന്നാണ് കാസയുടെ ഉപയോഗം വിശുദ്ധ കുർബാനയിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 33-ാമത്തെ തിരുവചനത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് സ്വർഗത്തിൽ നിന്ന് അയച്ചു കൊടുത്ത മന്ന തലമുറകൾ എന്നേക്കുമായി അനുസ്മരിക്കേണ്ടതിന് അവയെ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വാഗ്ദാന പേടകത്തിനുള്ളിൽ വയ്ക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ മന്ന സൂക്ഷിച്ച ആ പാത്രത്തിൻ്റെ പ്രതീകമായാണ് പീലാസ നിലകൊള്ളുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്നയായ ഈശോയെ പീലാസയിലാണ് വൈദികൻ സംവഹിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ കാസയുടെയും പീലാസയുടെയും പ്രതീകാത്മകമായ അർത്ഥം ഇതാണ്.